Formulation of quantum mechanics in the last topic ആണ് Gaussian wave packets. അപ്പോൾ ബിഫോർ ദാറ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രൽസ് നമുക്ക് ഒന്ന് നോക്കാം. ക്വാണ്ടം മെക്കാനിക്സിൽ ഇപ്പോൾ ഡെറിവേഷനോ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന കുറച്ച് ഇൻറ്റഗ്രൽസ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഇൻറ്റഗ്രൽസ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഗോഷ്യൻ വേവ് പാക്കറ്റ്സ്. ഇപ്പോൾ ഗോഷ്യൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ഗോഷ്യൻ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും. നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ സെൻറ്ററിൽ മാക്സിമവും സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിക്ക് റൈറ്റിക്കും പോകുന്തോറും കുറഞ്ഞിട്ടും വരും. ഓക്കെ, സോ ഗോഷ്യൻ വേവ് പാക്കറ്റ്സ് എന്താണെന്ന് നോക്കാം. അതിൽ എക്സ് സ്പേസ് വേവ് ഫങ്ഷൻ ഇറ്റ് ഈസ് ഗിവൻ ബൈ ഫോർ ദ ഗോഷ്യൻ വേവ് പാക്കറ്റ് എക്സ് സ്പേസിലാണ് വേവ് ഫങ്ഷൻ തന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ. അതല്ലെങ്കിൽ നമുക്കതിനെ സൈ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ, അതായത് സൈ ആൽഫ അറ്റ് എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 d e raised to I k x prime minus x prime square by 2d square. അപ്പോൾ ഇതിൽ ഈ എക്സ്പോണൻഷ്യൽ ഇത് സം കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കാം. ഈ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഷ്യൻ ഫങ്ഷൻ്റെ വിത്താണ്. അപ്പോൾ ഇതിൽ ഈ എക്സ്പോണൻഷ്യൽ ടേം നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ഇ റേസ് ടു ഐ കെ എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലും ഇത് ഇ റേസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് വൺ ഇ റേസ് ടു ഐ കെ എക്സ് എന്ന് പറഞ്ഞൊരു പ്ലെയിൻ വേവ് സൊല്യൂഷനാണല്ലേ. അതിലത് ഒരു സിനുസോയിഡലായിട്ടുള്ള റിയൽ വേവാണ് കിട്ടുക നമുക്ക് ഇ റേസ് ടു ഐ കെ എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇ റേസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, ഇങ്ങനെയാണ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഒരു വേവ് ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ നമ്മുടെ എക്സ് സ്പേസ് വേവ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് അല്ലേ. ഇ റേസ് ടു ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ. അപ്പോൾ അതെങ്ങനെ വരിക, സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ സിനുസോയിഡൽ വേവ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് കുറച്ച് ഭംഗിയിലൊക്കെ വരച്ചാൽ മതി. ഈ ഡി സെൻറ്ററിൽ നിന്ന് പോകുന്തോറും എന്താണ് കുറഞ്ഞ് വരുന്നുണ്ട് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ മോഡ് സ്ക്വയർ ആണ്, മോഡ് ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ സ്ക്വയർ അല്ലെങ്കിൽ മോഡ് സൈ സ്ക്വയർ ആണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വരിക. ആൻഡ് ദാറ്റ് ഈസ് ഗിവൻ ബൈ ദിസ് അല്ലേ. അപ്പോൾ ഇതാണ് ഗോഷ്യൻ വേവ് പാക്കറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. അതിൽ കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേവ് നമ്പർ മോഡുലേറ്റഡ് ബൈ എ ഗോഷ്യൻ പ്രൊഫൈൽ സെൻറ്റേർഡ് അറ്റ് ദി ഒറിജിൻ. അപ്പോൾ ഈ മോഡ് എക്സ് പ്രൈം ഈസ് ഗ്രേറ്റർ ദാൻ ഡി, അതായത് ഡീനേയും കാട്ടിലും കൂടുതലാകുമ്പോൾ, അപ്പോൾ ഇതാണ് വിട്ട് എന്ന് പറയുന്നത് ഡി ആണ്. സോ മോഡ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഡി ആവുന്ന സമയത്ത് എന്തുണ്ടാവും, പ്രോബബിലിറ്റി കുറഞ്ഞു വരും. പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അത് പെട്ടെന്ന് വാനിഷ് ചെയ്യുന്നുണ്ട്. സോ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് മോഡ് ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ സ്ക്വയർ ഹാസ് എ ഗോഷ്യൻ ഷേപ്പ് വിത്ത് വിഡ്ത്ത് ഡി. നമ്മളത് കണ്ടു. ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എക്സ് അഥവാ വേവ് ഫംഗ്ഷൻ അറിയാലോ, ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ അതല്ലെങ്കിൽ സൈ ഓഫ് എക്സ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് വേവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എക്സ്പെക്റ്റേഷൻ വാല്യൂസ് ഓഫ് എക്സ്, പൊസിഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ, എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ, മൊമെൻറ്റത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ, പി സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ, എന്നിട്ട് ഇതിൻ്റെ പൊസിഷൻ്റെ ഡിസ്പേർഷൻ അതേപോലെ തന്നെ മൊമെൻറ്റത്തിൻ്റെ ഡിസ്പേർഷനാണ് നമ്മൾ കാണുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് ആണ് കാണുന്നത്. അതായത് പൊസിഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇസ് ഗിവൻ ബൈ എക്സ്പെക്റ്റേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഫ്രം -∞ to +∞ സൈ സ്റ്റാർ എക്സ് സൈ ആണ്. ഇവിടെ നമുക്കത് ബ്രാ ആൻഡ് കെറ്റ് നൊട്ടേഷൻ ആകുമ്പോൾ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഫ്രം -∞ to +∞ ഡി എക്സ് പ്രൈം സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ബ്രാ ആൽഫ കെറ്റ് എക്സ് പ്രൈം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ബ്രാ ആൽഫ കെറ്റ് എക്സ് പ്രൈം. ദെൻ എക്സിൻ്റെ അല്ലേ കാണണം, അപ്പോൾ ദാറ്റ് ഈസ് എക്സ് പ്രൈം ദെൻ ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ. ഫ്രം ഇക്വേഷൻ 1 നിന്ന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഫ്രം -∞ to +∞ ഡി എക്സ് പ്രൈം
from equation 1 we can write this bra alpha get x prime equal to 1 by pi raised to 1 by 4 root d e raised to minus ik x prime minus x prime square by 2d square into x prime again 1 by pi raised to 1 by 4 root d e raised to ik x prime minus x prime square by 2d square. അപ്പോൾ ഇതിന് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ് പ്രൈമും ഇ റൈസ് ടു പ്ലസ് ഐ കെ എക്സ് പ്രൈമും കൂടി 1 ആയിട്ട് മാറും. ദെൻ ബാക്കിയുള്ളത് ഈ 2 ടേമാണ്. അപ്പോൾ നമ്മളതിനെ 2 വരെ, അതായത് ഇ റൈസ് ടു മൈനസ് 2 എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ. അപ്പോൾ 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇ റൈസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ, പിന്നെ എക്സ് പ്രൈമും കൂടി ഉണ്ടായിരിക്കും വിത്ത് എ ഡി എക്സ് പ്രൈം. അതും കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇവിടെ ഡി എക്സ് പ്രൈമും കൂടി ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് പൈ ഡീനെ പുറത്തേക്ക് എടുത്തു. കാരണം 1 ബൈ പൈ റൈസ് ടു 4ഉം റൂട്ട് ഡിയും കൂടി 1 ബൈ റൂട്ട് പൈ ഡി ആയിട്ട് മാറും. ദെൻ ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് പ്രൈം ഇ റൈസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഡി എക്സ് പ്രൈം ആണ്. അപ്പോൾ ഇവിടെ അത് നമ്മൾ സിമെട്രി വെച്ചിട്ടാണ് ഇത് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ എക്സ് പ്രൈം എന്ന് പറഞ്ഞൊരു ഓഡ് ഫംഗ്ഷനാണ് ആൻഡ് ദിസ് ഈസ് ആൻ ഇവൻ ഫംഗ്ഷൻ. സോ ഓഡ് ഇൻറ്റു ഇവൻ എന്ന് പറഞ്ഞൊരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു ഓഡ് ഫംഗ്ഷനെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 ആണ് കിട്ടുക. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ്പ്രഷൻ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ എക്സ്പ്രഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ആണ് കാണുന്നത്. സോ എക്സ്പ്രഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ എന്ത് വരും? സൈ സ്റ്റാർ എക്സ് സ്ക്വയർ സൈ തന്നെ വരും. അപ്പോൾ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ബ്രാ ആൽഫ ഗെറ്റ് എക്സ് പ്രൈം സ്ക്വയർ ബ്രാ എക്സ് പ്രൈം ഗെറ്റ് ആൽഫ എന്ന് വരും. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം സ്ക്വയർ 1 ബൈ റൂട്ട് പൈ ഡി. അതെങ്ങനെ വന്നു? 2 കോൺസ്റ്റൻറ്റും കൂടി ഒരുമിച്ചിട്ട് 1 ബൈ റൂട്ട് പൈ ഡി എന്ന് എടുത്തിരിക്കുകയാണ്. ദെൻ ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ. കോൺജുഗേറ്റ് വരുമ്പോൾ ഇവിടെ മൈനസ് വന്നു. ഇത്രയുള്ള വ്യത്യാസം. അപ്പോൾ എഗെയിൻ നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കൂടി എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറും. ബാക്കി എന്താ പറയുക? 1 ബൈ റൂട്ട് പൈ ഡി ഇൻറ്റു ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആവുന്ന സമയത്ത് ടോട്ടൽ ഈവൻ ഫംഗ്ഷൻ അല്ല, ഈവൻ ഇൻറ്റു ഈവൻ ആണ് വരിക. അപ്പോൾ അതിന് നമുക്ക് ഈ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ളത് നമുക്ക് ഇൻറ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ആക്കാം. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1 ബൈ റൂട്ട് പൈ ഡി 2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാൻ പറ്റും ഈവൻ ഫംഗ്ഷൻ ആവുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രൽസ് കണ്ടല്ലോ, അത് വെച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് പ്രൈം സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് വരും. സോ നമുക്കുള്ള ഐഡൻറ്റിറ്റിയാണ് ഇൻറ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ ഡി എക്സിനെ ഗാമ എൻ പ്ലസ് 1/2 ഡിവൈഡ് ബൈ 2 എ റൈസ് ടു എൻ പ്ലസ് 1/2 എന്ന് എഴുതാൻ പറ്റും. ആൻഡ് വെർ ഗാമ n is equal to n minus 1 into gamma n minus 1 and gamma 1/2 equal to root pi. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രൽ നമ്മൾ ഡയറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാലും മതി. അപ്പോൾ ഒന്നുകിൽ ഗാമ വെച്ചിട്ട് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാൽ മതി. ഇൻറ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇവിടെ എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ ഡി എക്സ് അല്ലേ കിടക്കണത്. അപ്പോൾ അതിന് നമുക്ക് 1/4 പൈ ബൈ എ ക്യൂബ് റൈസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അതായത് ഇത്രയും നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഗാമ വെച്ചിട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1 ബൈ റൂട്ട് പൈ ഡി ഉണ്ടാവും. ദെൻ 2 ഓൾറെഡി ഉള്ളതാണ്. ദെൻ ഗാമ ഓഫ് n പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ n പറയണത് 2 ആണ്. അപ്പോൾ ഗാമ 2 പ്ലസ് 1/2 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഇവിടെ 1/d സ്ക്വയർ ആണ്. ഹോൾ റൈസ് ടു 2 പ്ലസ് 1/2 വരും. ജസ്റ്റ് അതിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ 1 ബൈ റൂട്ട് പൈ ഡി ഇൻറ്റു ഗാമ 3/2 ബൈ 1/d സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് പൈ ഡി ഇൻറ്റു 1/2 ഇൻറ്റു, അതായത് n മൈനസ് 1 ഇൻറ്റു ഗാമ n മൈനസ് 1 വെച്ച് എഴുതുകയാണ്. അപ്പോൾ 1/2 ഗാമ 1/2 ബൈ 1/d ക്യൂബ്. അപ്പോൾ ഗാമ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് പൈ ആണ്. ആ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡി ക്യൂബിനെ മുകളിലേക്ക് കൊടുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി സ്ക്വയർ ബൈ 2 എന്ന് വരും. ഡിയും ക്യാൻസൽ ചെയ്ത് പോയി, റൂട്ട് പൈ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ നമുക്ക്
ഡിസ്പെർഷൻ കാണാമല്ലോ, അല്ലെങ്കിൽ വാരിയൻസ്, അതിന് വേറൊരു ടേമാണ് വാരിയൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഡെൽറ്റ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ 2 മൈനസ് 0. സോ നമുക്ക് വാരിയൻസ് എന്ത് കിട്ടി? ഡി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇതേപോലെ തന്നെയാണ് പൊസിഷൻ്റെയും ചെയ്യുന്നത്. പൊസിഷൻ്റെ പിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണുക, പി സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണുക, വേരിയൻസ് കാണുക. ഇൻ്റഗ്രേഷൻ മാത്രമാണ് ചെയ്യാനുള്ളൂ. ഓക്കെ, അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. സോ ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ പി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ബ്രാ ആൽഫ കെറ്റ് എക്സ് പ്രൈം പി ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ. ഇവിടെ പി എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ പി എന്തായിരുന്നു? മൈനസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ എക്സ് പ്രൈം ആണ് ഇവിടെ വരിക. അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ പി ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം 1 by root pi d ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്രൈം ഇ റേസ് ടു ഐ കെ എക്സ് പ്രൈം ബൈ എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെപ്പിൽ. മൈനസ് ഐ എച്ച് കട്ട് ബൈ റൂട്ട് പൈ ഇൻറ്റു ഡി ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ഇ റേസ് ടു മൈനസ് ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ ദെൻ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്രൈം ചെയ്യണം. അതായത് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്, ദെൻ ബാക്കി ഇൻറ്റു ഈ ടേമുകൾ. അപ്പോൾ എന്ത് വരും? ഇ റേസ് ടു ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ ഇൻറ്റു ഐ കെ മൈനസ് എക്സ് പ്രൈം ബൈ ഡി സ്ക്വയർ. സോ അടുത്ത സ്റ്റെപ്പിൽ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ബൈ റൂട്ട് പൈ ഡി ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്രൈം ബൈ ഡി എക്സ് സ്ക്വയർ ഐ കെ മൈനസ് 1 ബൈ ഡി സ്ക്വയർ ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ഇ റേസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ. സോ ആൻഡ് ഇത് അഗെയിൻ എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ 0 ആണ് ഇതിൻ്റെ വാല്യൂ. ദിസ് ഈസ് ഈക്വൽ ടു 0 വരും. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് റൂട്ട് പൈ ഡി ഇൻറ്റു 2 IK ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ഇ റേസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് വരും. സോ അഗെയിൻ ഇതിന് നമ്മൾ നേരത്തെ കണ്ട പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി ഈസ് ഈക്വൽ ടു എച്ച് കട്ട് കെ. നമ്മൾ ഇതേപോലെ തന്നെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ കാണാം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ബ്രാ ആൽഫ കെറ്റ് എക്സ് പ്രൈം മൈനസ് ഐ എച്ച് കട്ട് സ്ക്വയർ വരും ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? എക്സ് കട്ട് സ്ക്വയർ ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം 1 ബൈ റൂട്ട് പൈ ഡി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ ദാറ്റ് ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇ റേസ് ടു ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിൽ ഈ ഒരു ടേമിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. കാരണം 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമൊന്നുമില്ല. ഓക്കെ, സോ നമുക്ക് കിട്ടുക എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് റിസൾട്ട് പറയാം. ഇ റേസ് ടു ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2d സ്ക്വയർ ഇൻറ്റു ഐ കെ മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ മൈനസ് 1 ബൈ ഡി സ്ക്വയർ എന്നാണ് വരിക. ജസ്റ്റ് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ ജസ്റ്റ് നമ്മൾ ആ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ റൂട്ട് പൈ ഡി ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ഇ റേസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ മൈനസ് 2 ഐ കെ എക്സ് പ്രൈം ബൈ ഡി സ്ക്വയർ പ്ലസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി റേസ് ടു 4 മൈനസ് 1 ബൈ ഡി സ്ക്വയർ ആണ് വരിക. ബ്രാക്കറ്റ് നമ്മൾ എക്സ്പാൻഡ്, അതായത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. സോ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ റൂട്ട് പൈ ഡി ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ഇ റേസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു മൈനസ് കെ സ്ക്വയർ മൈനസ് 1 ബൈ ഡി സ്ക്വയർ ദെൻ പ്ലസ് അടുത്ത ടേം എന്ത് വരും? 1 ബൈ ഡി റേസ് ടു 4 ഉണ്ട്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം സ്ക്വയർ ഇ റേസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ റൂട്ട് പൈ ഡി കോമൺ ആയിട്ടുണ്ട്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ മൈനസ് 1 ബൈ ഡി സ്ക്വയർ ആൻഡ് അഗെയിൻ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് 2 റൂട്ട് പൈ
ദെൻ ബൈ 2 ബൈ ഡി കിട്ടും, പ്ലസ് 1 ബൈ ഡി റേസ് ടു 4 2 ഇൻറ്റു 1 ബൈ 2 റൂട്ട് പൈ ഡിവൈഡ് ബൈ 2 ബൈ ഡി ക്യൂബ്. സോ ഫൈനൽ ആൻസർ മാത്രം പറയാം, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ ഡി മൈനസ് കെ സ്ക്വയർ ഡി മൈനസ് 1 ബൈ 2 ഡി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഡിഫറൻഷിയേഷനൊക്കെ. സോ എക്സ്പ്രഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ എന്ത് കിട്ടി നമുക്ക്, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എച്ച് കട്ട് സ്ക്വയർ കെ സ്ക്വയർ പ്ലസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2 ഡി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കാണാം, ഡിസ്പെർഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പി സ്ക്വയർ എക്സ്പ്രഷൻ മൈനസ് എക്സ്പ്രഷൻ പി സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു, എച്ച് കട്ട് സ്ക്വയർ ബൈ 2 ഡി സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് രണ്ട് ഡിസ്പെർഷൻ റിലേഷൻസും കിട്ടി. അപ്പോൾ നമുക്ക് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി റിലേഷൻ എന്നിട്ട് ഈസ് എക്സ്പ്രഷൻ ഡെൽറ്റ എക്സ് സ്ക്വയർ എക്സ്പ്രഷൻ ഡെൽറ്റ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ ബൈ 2 ഇൻറ്റു എച്ച് കട്ട് സ്ക്വയർ ബൈ 2 ഡി സ്ക്വയർ എന്ന് വരുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് സ്ക്വയർ ബൈ 4. അപ്പോൾ ഇവിടെ ഈക്വൽ ടു സൈനാണ്, നമ്മൾ സാധാരണ ഒരു ഇൻഈക്വാലിറ്റി വെച്ചിട്ടല്ലേ എഴുതാറ്. അപ്പം ഇവിടെ ഇറ്റ് ഈസ് അതേപോലെ തന്നെ ഡി എന്ന് പറയുന്ന ഒരു ടേം ഇല്ലല്ലോ ഈ ആൻസറിൽ. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ വിഡ്ത്ത് ഓഫ് ദ വേവ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഫോർ എ ഗോഷ്യൻ വേവ് പാക്കറ്റ് എന്താണ്, വി ഹാവ് ആൻ ഈക്വാലിറ്റി റിലേഷൻ ആണുള്ളത് റാദർ ദാൻ ദ ജനറൽ ഇൻഈക്വാലിറ്റി റിലേഷൻ. സോ ഗോഷ്യൻ വേവ് പാക്കറ്റ് ഈസ് ഓൾസോ കോൾഡ് മിനിമം അൺസർട്ടനിറ്റി വേവ് പാക്കറ്റ് എന്നുകൂടി പറയും. അപ്പോൾ നമ്മൾ എക്സ് സ്പേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, മൊമെൻറ്റം സ്പേസിലേക്ക് പോവുകയാണ്, പൊസിഷൻ സ്പേസ് വിട്ടിട്ട് മൊമെൻറ്റം സ്പേസിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക, നമുക്ക് പൊസിഷൻ സ്പേസിലുള്ള വേവ് ഫംഗ്ഷൻ ഉണ്ടെച്ചാൽ മൊമെൻറ്റം സ്പേസിലുള്ള വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫൈ ഓഫ് പി പ്രൈം 1 ബൈ റൂട്ട് 2 പൈ എച്ച് കട്ട് ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി റേസ് ടു മൈനസ് ഐ പി പ്രൈം എക്സ് പ്രൈം ബൈ എച്ച് കട്ട് സൈ ഓഫ് എക്സ് പ്രൈം ഡി എക്സ് പ്രൈം ആണ്. കാരണം സൈ ഓഫ് എക്സ് പ്രൈം നമുക്കറിയാലോ നമ്മുടെ കയ്യിലുണ്ട്, അതായത് ബ്രാ എക്സ് പ്രൈം ഗെറ്റ് ആൽഫയാണ് ഇവിടെ. സോ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, 1 ബൈ റൂട്ട് 2 പൈ എച്ച് കട്ട് ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി റേസ് ടു മൈനസ് ഐ പി പ്രൈം എക്സ് പ്രൈം ബൈ എച്ച് കട്ട് 1 ബൈ പൈ റേസ് ടു 1 ബൈ 4 റൂട്ട് ഡി റേസ് ടു ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2 ഡി സ്ക്വയർ ഡി എക്സ് പ്രൈം. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതിൽ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ഇൻറ്റഗ്രേഷന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ആ കോൺസ്റ്റൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്ത് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം റേസ് ടു മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐനെ എക്സ് പ്രൈമിനെയും പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, പി പ്രൈം എച്ച് കട്ട് മൈനസ് കെ ദെൻ അടുത്ത ടേം ഇൻറ്റു റേസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2 ഡി സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ ഇവിടെ ഇതെന്ത് ഫോമിൽ അടക്കണത്, ഈ റേസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി എഴുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി കോസ് പി പ്രൈം ബൈ എച്ച് കട്ട് മൈനസ് കെ എക്സ് പ്രൈം മൈനസ് ഐ സൈൻ ഓഫ് പി പ്രൈം ബൈ എച്ച് കട്ട് മൈനസ് കെ എക്സ് പ്രൈം ഇ റേസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2 ഡി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്രൈം എന്ന് വരും. സോ എന്ത് ചെയ്യാണ്, നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി കോസ് ഓഫ് പി പ്രൈം ബൈ എച്ച് കട്ട് മൈനസ് കെ എക്സ് പ്രൈം ഇ റേസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2 ഡി സ്ക്വയർ ദെൻ മൈനസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സൈൻ ഓഫ് പി പ്രൈം ബൈ എച്ച് കട്ട് മൈനസ് കെ എക്സ് പ്രൈം ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ 2 ഡി സ്ക്വയർ. അപ്പോൾ ഇവിടെ ഈ സൈൻ എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അത് എന്തായി, പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് എന്താണ്, ഇത് 0 ആണ്. ഈ ഒരു ടേം എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 0 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റേഷൻ അല്ല, ബ്രാ പി കെറ്റ് ആൽഫ അല്ലെങ്കിൽ മൊമെൻറ്റം സ്പേസിലുള്ള വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 1 ബൈ റൂട്ട് 2 പൈ എച്ച് കട്ട് ഡി പൈ റേസ് ടു 1 ബൈ 4 ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി കോസ് ഓഫ് പി പ്രൈം ബൈ എച്ച് കട്ട് മൈനസ് കെ എക്സ് പ്രൈം ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ 2 ഡി സ്ക്വയർ ഡി എക്സ് പ്രൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഗെയിൻ ഞാൻ പറഞ്ഞു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യാം. ബാക്കിയുള്ള ടേംസ് അതേപോലെ തന്നെ എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്കൊരു റിലേഷൻ ഉണ്ട്, എന്താണ്, ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ കോസ് ബി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ 2 റൂട്ട് പൈ ബൈ എ ഇ റേസ് ടു മൈനസ് ബി സ്ക്വയർ ബൈ 4 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 1 ബൈ റൂട്ട് 2 പൈ എച്ച് കട്ട് 1 ബൈ പൈ റേസ് ടു 1 ബൈ 4 2 ഇൻറ്റു 1 ബൈ 2 റൂട്ട് ഓഫ് പൈ ബൈ 1 ബൈ 2 ഡി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി പ്രൈം ബൈ എച്ച് കട്ട് മൈനസ് കെ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 1 ബൈ 2 ഡി സ്ക്വയർ എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ബ്രാ പി കെറ്റ് ആൽഫ, അതായത് ഫൈ ഓഫ് പി പ്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മൊമെൻറ്റം സ്പേസിലുള്ള വേവ് ഫംഗ്ഷൻ ഫൈ ഓഫ് പി പ്രൈം ഈസ് ഈക്വൽ ടു റൂട്ട് ഡി എച്ച് കട്ട് റൂട്ട് പൈ ഇ റേസ് ടു മൈനസ് പി പ്രൈം മൈനസ് എച്ച് കട്ട് കെ ദി ഹോൾ സ്ക്വയർ ബൈ 2 എച്ച് കട്ട് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് അടുത്തത് എടുക്കുന്ന ടോപ്പിക്സൊക്കെ മനസ്സിലാവുള്ളൂ.